അദ്ദേഹത്തിൻ്റെ ഉദ്ദേശങ്ങൾ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടതാണ്. കാരണം ഓരോ വിധത്തിലും വളരെ ഇൻഡിഫറൻ്റായി പെരുമാറുക എന്നുള്ള ഒരു ശീലത്തിലേക്ക് അദ്ദേഹം പോകുന്നു. ഏതെങ്കിലും വിധത്തിൽ ഗവൺമെൻറ് ചെയ്യപ്പെട്ട കുറ്റങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് പരസ്യമായി പറയാം, ആ വിധത്തിൽ പെരുമാറാം. ഇതിപ്പോൾ ചിത്രങ്ങളിൽ കണ്ടതനുസരിച്ച് കരിങ്കൊടി കാണിച്ചവരെ പോലീസ് തടുത്തു നിർത്തുമ്പോഴും അവരുടെ മുമ്പിലേക്ക് പോയി അവരെ വെല്ലുവിളിക്കുക, പൊതുനിരത്തിലിരിക്കുക, FIR കിട്ടിയിട്ട് പോകൂ എന്ന് വാശി പിടിക്കുക, സാധാരണ രാഷ്ട്രീയക്കാരോ യുവജന സംഘടനകളോ പോലും പറയാത്ത വിധത്തിൽ ഒരു ഘട്ടത്തിൽ പെരുമാറുന്നത് ഒരു മര്യാദയ്ക്ക് നിരക്കാത്ത കാര്യമാണ്. കേരളത്തിലെ ഗവൺമെൻറ് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്ന അതേ സുരക്ഷ തന്നെ അദ്ദേഹത്തിൻ്റെ കാറ്റഗറിക്ക് അനുസരിച്ച് ഗവർണർക്കും കൊടുക്കുന്നുണ്ട്. രണ്ടുപേരും ഒരേ കാറ്റഗറിയിൽ സുരക്ഷ നൽകപ്പെടേണ്ടവരാണ്. രണ്ടുപേർക്കും അതേ കാറ്റഗറിയിൽ തന്നെ സുരക്ഷ നൽകുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു അപകടവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല. സുരക്ഷയില്ലാതെ ഇറങ്ങിയാൽ കേരളത്തിൻ്റെ ആഭ്യന്തര സ്ഥിതി വളരെ മോശമാകുമെന്ന് വരുത്തി തീർക്കാൻ അദ്ദേഹം കോഴിക്കോടും ഇതിനു മുമ്പ് മിഠായി തെരുവിൽ ഇറങ്ങി നോക്കിയതാണ്. എന്നിട്ടും ഒരു അപകടവും കേരളത്തിലുണ്ടായില്ല. അപ്പോൾ ബോധപൂർവമായി കേന്ദ്ര ഗവൺമെൻറ്റിന് കേരളത്തിലേക്ക്, അതിൻ്റെ ഏജൻസികൾക്ക് കേരളത്തിലേക്ക് കടന്നു വരാനുള്ള ഒരവസരം കൊടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ട വിധത്തിലുള്ള ഒരു ഇടപെടലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെല്ലാം നയിക്കുന്നതും നമ്മളെല്ലാം ബന്ധപ്പെടുത്തുന്നതും ഒരു ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് നടപടികൾ എടുക്കുന്നത്. ആ നിലപാട് തന്നെയായിരിക്കും ഗവൺമെൻറ് തുടരുക. മറ്റു കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് നിശ്ചയിക്കാവുന്നതാണ്. ഓരോരുത്തരും എങ്ങനെ പെരുമാറണമെന്നൊന്നും ഭരണഘടന പറഞ്ഞിട്ടില്ല. ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തിനോടും നമ്മളോടും ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഓരോരുത്തരും എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവരുടെ മാന്യത കൂടി അനുസരിച്ചുണ്ടാവും. അല്ല, ഗവൺമെൻറ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഗവർണർക്ക് ചെയ്യാവുന്ന അനുച്ഛേദം 200 അനുസരിച്ചിട്ടുള്ള 4 കാര്യങ്ങളിലൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ഒന്നുകിൽ അദ്ദേഹത്തിന് ഒപ്പിടാം, രാഷ്ട്രപതിക്ക് അയക്കാം, ഹോൾഡ് ചെയ്യാം, അതല്ലെങ്കിൽ നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. ഇതിലൊന്നും ചെയ്യാതെ ബില്ലിൻ്റെ പുറത്ത് അടിയിരിക്കുന്ന സമീപനം നേരത്തെ തന്നെ തെലങ്കാന വേഴ്സസ് ഗവർണർ എന്ന കേസിൽ കോടതി പറഞ്ഞിട്ടുണ്ട് ആസ് ഏർലി ആസ് പോസിബിൾ. കേരളത്തിൻ്റെ കേസിൽ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്, ഒരു ബില്ലിൻ്റെ പുറത്ത് അനിശ്ചിത കാലത്തേക്ക് ഗവർണർക്ക് അടയിരിക്കാനാകില്ല. ഇതെല്ലാം അദ്ദേഹം കണ്ടില്ലെങ്കിൽ കോടതി അക്കാര്യത്തിൽ പോസിറ്റീവായ ഒരു ഇടപെടൽ നടത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അല്ല, പി ബാലചന്ദ്രൻ്റെ അഭിപ്രായ പ്രകടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നടത്തിയ പ്രതികരണമുണ്ട്. അതുതന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. അദ്ദേഹം കുറച്ചുകൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. ഇത്തരമൊരു കാലഘട്ടത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രവർത്തനമായിരുന്നു അദ്ദേഹം ചെയ്തത് എന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം ഇതല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നിലപാടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖേദം പ്രകടിപ്പിച്ചപ്പോഴും ഏതാണ്ട് ഇത് ഉൾക്കൊള്ളതായി പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ, ബന്ധപ്പെട്ട ഘടകങ്ങൾ തീരുമാനിക്കും. അതുമായി ബന്ധപ്പെട്ട് പോവുകയാണ്. വേണ്ടത്ര ജാഗ്രത MLAക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതും അതുപോലെ തന്നെ പാർട്ടിയുടെ അഭിപ്രായം ഇതല്ല എന്നുള്ളതും അന്നു തന്നെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഭിപ്രായം തന്നെയാണ് പാർട്ടിക്ക്. അല്ല, ഇതെല്ലാം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങൾ പറയേണ്ട ഒരു ഘട്ടമായി അത് പറയാം. ഇപ്പോൾ ഈ കാര്യമേ പറയാനുള്ളൂ.